ഇവിടെ വന്നേ കൊടി ബേക്കൽക്കോട്ടയിലാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബേക്കൽക്കോട്ടയുടെ വിശേഷങ്ങളാണല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ബേക്കൽക്കോട്ടയുടെ വിശേഷങ്ങൾ കാണാം അല്ലേ? വാടൗണ്ണി അവൻ്റെ മുഖം ഒന്ന് കാണിച്ചേ. ഒരു നാണം കുണിയുണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അവനെ കടലിൽ ചാടാൻ വേണ്ടിട്ട് വിത്ത് ഡ്രസ്സിൽ മാറിയുണ്ട്. അതുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നേ വരുന്നില്ല. കണ്ടോ? ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്ത് രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. അതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ബദിനൂർ രാജാവിൻ്റെ അധീനതയിലായി. കുമ്പളയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ബദിനൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായിക്ക് 1650 ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ കോലത്ത് രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കിപ്പണിതെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. 1763 അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരാലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിന് പരാജയത്തിനു ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ബേക്കൽ കടൽ തീരത്തിനോട് ചേർന്ന് 130 അടി ഉയരത്തിൽ വെട്ടുകല്ലിൽ തീർത്ത കോട്ടയാണിത്. പിന്നില്ലേ ഒരു കാര്യം പറയട്ടെ, അതറിയാന്നാ അത് മറ്റേ കോട്ടയാണ്. എന്നാന്നറിയുമെന്നല്ല, കോട്ടയാണ് അത്. ഒരുപാട് സിനിമയിൽ പാട്ട് സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടത്. ഒരെണ്ണം പറയാൻ പറ്റുമോ ഏതാന്ന്? ഭയങ്കര ഫേമസ്. റോജയല്ലല്ലോ, അത് ബോംബെയിലെ ഉയരേ എന്നുള്ള പാട്ട്. ആ പാട്ട്. പിന്നെ ആ ഓ സൈനബ എന്നുള്ള അറിയത്തില്ലേ, ജയറാമിന്റെ ഒരു പടം. അതേതായിരുന്നു? അത്. പിന്നെ ഈ ഇടയ്ക്കുണ്ടല്ലോ മറ്റേ എന്നായിരുന്നു പ്രണയ മറ്റേ അനു. കുറേ പാട്ട് സീനുണ്ടെന്നേ. അവിടെ മറന്നുപോയി ഏതാന്ന്. കോട്ടയിൽ അതിൻ്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ അനശ്വരരാജനൊക്കെ ഉള്ളൊരു പടം. അതെ, ഞാൻ പാട്ട് മറന്നുപോയി. പ്രണയവിലാസങ്ങൾ, അതിനകത്തൊരു പാട്ട്. കോട്ടയ്ക്കുള്ളിലുള്ള ഒരു കിണറാണ് കേട്ടോ ഇത്. വെള്ളം എടുത്തോണ്ടിരുന്ന കേട്ടോ ഇതിൻ്റെ അകത്ത്. കോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്നാണ് കേട്ടോ എടുത്തുകൊണ്ടിരുന്നത്. കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കാണിച്ചു തരാം. വെള്ളമുണ്ട് എപ്പോഴും. നന്നായിട്ട് എത്തി നോക്കും. വെള്ളമുണ്ട് കേട്ടോ, എപ്പോഴും. ഇത് മറ്റൊരു കുളമാണ് കേട്ടോ, കോട്ടയ്ക്കകത്തുള്ള മറ്റൊരു കുളമാണ് കേട്ടോ ഇത്. ഇത് വെള്ളം കാണിച്ചു തരാവേ. നിറച്ചും വെള്ളമാണ് കേട്ടോ ഇതിൻ്റെ അത്. ഉണ്ടോ? കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാനപ്പെട്ട കോട്ടയും ആണിത്. അറബിക്കടലിന് തീരത്തായി
35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ്. അമ്മ എവിടെയെങ്കിലും ഇരുന്നോ. കോട്ടയുടെ ഏറ്റവും ഹൈറ്റായിട്ടുള്ള സ്ഥലമാണ്. എല്ലാ കോട്ടകളും ഇതിലും ചെറുതാണ്. ഇത് ഏറ്റവും വലിയ കോട്ട, ഏറ്റവും ഉയരം കൂടിയ കോട്ട ഇതാ സ്ഥലം ഇതാട്ടോ. അതുണ്ടോ, ഇവിടുന്ന് നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ മൊത്തം കാണാം കേട്ടോ. കോട്ട മൊത്തത്തിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അവിടെ ഇരിപ്പുണ്ട് പൊന്നു. ഇതുണ്ടോ അവിടുത്തെ ഇത് ആ സൈഡിൽ നിന്ന് വരുന്നതും ഒക്കെ കാണാൻ പറ്റും. അതുണ്ടോ അവിടെ മറ്റേ കടലല്ലേ, കടൽ. ഈ കോട്ട ഫുള്ളായിട്ടും കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇതിൻ്റെ പൊക്കത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കോട്ട ഫുള്ളായിട്ടും കാണാൻ പറ്റും. ആ സൈഡിൽ ഇവിടെയാണ് അവർ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ ചുമ്മാ ഇങ്ങനെ കിടക്കുവാണ്. ഇപ്പോൾ അവിടെ ആയുധങ്ങളൊന്നുമില്ല. അതല്ല ആയുധപ്പുര. അയ്യോ, ഈ കോട്ട കണ്ടു തരുമ്പോഴത്തേനും നമ്മൾ മടുക്കും. ഈ ഗുഹ എങ്ങോട്ടാ പോണെന്നറിയോ? കടൽ തീരത്തിലോട്ടല്ല, കടലിലോട്ടാണ്. ഇത് കടൽ തീരത്തിലോട്ടാണ് ഈ ഗുഹ ചെന്ന് ചേരുന്നത്. പക്ഷേ ഇതിപ്പം സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിപ്പോൾ അടച്ചിട്ടേക്കോട്ടെ. ഇങ്ങോട്ട് ഇപ്പോൾ ഇതുവഴി എൻട്രി ഇല്ല. നമ്മളൊക്കെ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കുറേ നാളായിട്ട്, ഇപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കുക. ഇത് പണ്ട് ഓപ്പൺ ആയിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഇടിയെന്നെങ്ങാനും ഉണ്ടായിരിക്കും ചിലപ്പോൾ ഗുഹ അകത്തൂടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിപ്പം പൂട്ടിയിട്ടേക്കുന്നത്. ഇത് കറക്റ്റായിട്ട് അതേ ആ റോജ സിനിമയില്ലേ, റോജ അല്ലല്ലോ ബോംബെ. അതിനകത്ത് മനീഷ കൊയ്രാളെ അല്ലായിരുന്നു, മനീഷ കൊയ്രാളെ. അവള് ആ പാട്ട് കാണിക്കുന്നുണ്ട്, ആ ഉയരെ. അതിനകത്ത് അവളിങ്ങനെ ഇത് കാണിക്കുന്നുണ്ട്, ഇത് ലോക്കാവുന്നതും. അവൾ ഭയങ്കര സങ്കടത്തോടെ ഒരു ഇത് ചെയ്യുന്നതിനകത്തുണ്ട്. ആ സീനൊക്കെ ഇതായിരിക്കും. ഇതും അപ്പുറത്തൊരെണ്ണമുണ്ട്. അതാണോ ഇതാണോ എന്നറിയില്ല. ഇതാ ഇത് ജീവിതം എടുത്തെന്ന് പറഞ്ഞ് കണ്ടോ, ആശ കണ്ടോ കടലോട്ട് ചാടാൻ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ആശ ചാടാൻ പോവാണ്. കടലോട്ട് എടുത്ത് ചാടുന്നതിനൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, അപ്പനും അമ്മയൊക്കെ സാക്ഷ്യം അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ബുദ്ധിയില്ലായ്മ ഒരു കുഴപ്പമല്ലല്ലോ. ബുദ്ധിയില്ല ഞാൻ പറയുമ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല. ഇപ്പം മനസ്സിലായില്ലേ? ഇതുണ്ടോ നേരിട്ടുള്ള കാഴ്ചകൾ. അയ്യോ, കടൽപ്പാലമുണ്ട്, വാ പോവാം. ഇതാണ് കേട്ടോ നമ്മള് ഇത് അവര് തോക്ക് വെച്ചിട്ട് ഇതിനകത്താണ് ഈ തോക്കിന്റെ. ഞാനും പോയിട്ടില്ല. ഇതിലൂടെയാണ്, ഈ ഹോളിലൂടെയാണ് അവര് ശത്രുക്കളെ വീക്ഷിക്കുന്നത് കേട്ടോ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ
കടലിൽ കൂടെ ആരെങ്കിലും ശത്രുക്കൾ അയ്യോ പറ്റുമല്ല മുത്തേ കാണാൻ വേണ്ടി രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. എടുത്തേ വിശാലമായൊരു ഫോട്ടോ. ഗ്രീൻ സിഗ്നൽ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ നല്ലപോലെ കാണാൻ പറ്റും. അമ്മ എല്ലാം കണ്ടു തീർന്നു എന്ന് പറഞ്ഞ് പോയി. അമ്മ പറഞ്ഞു ഈ കോട്ടയൊക്കെ ഞാൻ പണ്ടേ കണ്ടു തീർന്നു പറഞ്ഞ് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ഹോളുണ്ട്. ഇത് തോക്ക് വെച്ചുകൊണ്ട് അവർ ശത്രുക്കളെ വീക്ഷിക്കുന്നതാണ് കേട്ടോ. വെടിവെക്കുന്ന ഭാഗത്തിന് ഉള്ള ഹോളാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാ വേണ്ടേ? മിറണ്ട വേണോ? മിറണ്ടയോ? ഇതാണ് അതിൻ്റെ ബീച്ചിലോട്ടൊക്കെയുള്ള എൻട്രൻസ്. പോയി വിളിച്ചിട്ട് നമ്മുടെ ബീച്ചിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുവാണ്. ഈ കാണുന്ന ഏരിയയൊക്കെ അവർ പുതുതായിട്ട് റീബിൽഡ് ചെയ്തതാണ് കേട്ടോ. ഇതൊന്നും പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ് നമ്മൾ കടലിന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നു. ഇതൊക്കെ ഇപ്പം റീബിൽഡ് ചെയ്ത് ഒരു വഴി പോലെയൊക്കെ ആക്കി കുറേ മെയിൻ്റനൻസ് എടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ. നമ്മളിങ്ങനെ ഇറങ്ങി നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ എല്ലാം വേലി കെട്ടിയേക്കുവാണ്. ബീച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഇപ്പം. ഇത്ര ഷോർട്ട് കട്ട് ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാ അതിലേ വന്നേ? ചെറിയ ഷോർട്ട് കട്ട് അല്ലേ ഉള്ളൂ. ഇറങ്ങി വരട്ടെ. ഞാൻ അമ്മയോട് പറഞ്ഞായില്ലേ വരെ.
ഏറ്റവും ലാസ്റ്റത്തെ കോട്ട. ചെറിയിരിക്കുന്നില്ല. കേരളത്തിൽ നിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കോട്ടയുടെ ഏറ്റവും താഴ്ന്ന ഭാഗവും കടലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതുമായിട്ടുള്ള ഭാഗം ഈ കാണുന്നതാണ് കേട്ടോ. നമ്മുടെ ബേക്കൽ കോട്ടയുടെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും. ബൈ ബൈ.